ജഗദീഷ് എന്ന നടൻ സപ്തതിയിലേക്കുള്ള യാത്രയിലാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലരും നെറ്റിചുളുക്കും. 1955 ജനിച്ച ജഗദീഷിന് ഈ വർഷം 70 വയസ്സ് പൂർത്തിയാക്കുകയാണ്. ഇന്ന് കാഴ്ചയിലും നടപ്പിലും എടുപ്പിലും ഗോഡ്ഫാദറിലെ അപ്പുകുട്ടനിൽ നിന്നും ഹരിഹർ നഗറിലെ മായൻകുട്ടിയിൽ നിന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ജഗദീഷിന് സംഭവിച്ചിട്ടില്ല. PV ജഗദീഷ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം. പേരിലെ കുമാരൻ ഇന്നും ജഗദീഷിൻ്റെ രൂപഭാവങ്ങളിൽ മാത്രമല്ല മനസ്സിലുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം അഭിനയിക്കുന്നതിലേറെയും അച്ഛൻ വേഷങ്ങളാണ്. അതിനായി നരയിട്ടും മേക്കപ്പ് ചെയ്തും കൃത്രിമമായി വൃദ്ധനാകേണ്ടുന്ന സ്ഥിതിയാണ് അദ്ദേഹത്തിന്. അത്രയ്ക്കും ചെറുപ്പമാണ് യഥാർത്ഥ ജഗദീഷ്. ചാനൽ റിയാലിറ്റി ഷോകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം എന്തൊരു എനർജിയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ശരീരഭാഷയിലുമെല്ലാം. ഇത്രയധികം ഊർജ്ജസ്വലനായിരിക്കാൻ ഈ മനുഷ്യന് എങ്ങനെ കഴിയുന്നു എന്ന് ആലോചിച്ച് തലവെക്കേണ്ടതില്ല. ജഗദീഷ് എന്നും അങ്ങനെ തന്നെയായിരുന്നു. കണ്ണു ചെമ്മിയാൽ മാഞ്ഞു പോകുന്ന റോളിൽ തുടങ്ങി ജഗദീഷ് സഹനടനായി, ഹാസ്യനടനായി, ഉപനായകനായി, പിന്നെ 30ഓളം സിനിമകളിൽ ഹിറ്റ് സിനിമകളിൽ നായകനായി, ക്യാരക്ടർ നടനായി, വില്ലനായി, ജ്യേഷ്ഠനായി, അച്ഛനായി, അങ്ങനെ പരിധികളും പരിമിതികളും ഇല്ലാത്ത തലത്തിലേക്ക് അനവരതം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആക്ഷൻ രംഗങ്ങളിൽ നമുക്ക് അദ്ദേഹത്തെ സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷേ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനായും ഗോഡ്ഫാദറിലെ മായൻകുട്ടിയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല. മലയാളത്തിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആക്ടേഴ്സിൻ്റെ നിരയിൽ ആരും ജഗദീഷിനെ കണക്കാക്കിയിട്ടില്ല. എന്നാൽ ജഗദീഷിൻ്റെ അത്ര സ്വാഭാവികതയോടെ അദ്ദേഹം ചെയ്ത വേഷങ്ങളിൽ പലതും മറ്റൊരാൾക്ക് ചെയ്യാനുമാവില്ല. മായൻകുട്ടി എന്ന കഥാപാത്രത്തിൽ നിന്നും ലീലയിലെ തങ്കപ്പൻ നായരിലേക്കുള്ള ദൂരം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനും അപ്പുറത്താണ്. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം റാങ്കോടെ പാസ്സായ ജഗദീഷ് ബാങ്ക് ഉദ്യോഗസ്ഥനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് കോളേജ് അധ്യാപകനായി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും സിനിമയിൽ തന്നെയായിരുന്നു. 1984 ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മേടിയിൽ കുടിച്ചാത്താനിലൂടെ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചു. പ്രിയദർശൻ അടക്കം പ്രമുഖ സംവിധായകരുടെ സിനിമകളിലെല്ലാം ചെറുതും വലുതുമായ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരിയറിൽ വഴിത്തിരിവാന്ന് ഇൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമാണ്. തനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ശൈലിയിൽ ആ കഥാപാത്രത്തിന് അദ്ദേഹം മിഴിവേകി. ഗോഡ്ഫാദറിലെ മായൻകുട്ടി ഹിറ്റായതോടുകൂടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. നടൻ എന്ന നിലയിൽ തിരക്കേറിയതോടുകൂടി അധ്യാപകവൃത്തിയിൽ നിന്ന് ദീർഘകാലത്തേക്ക് അവധിയെടുത്ത് അഭിനയ രംഗത്ത് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മുഖ്യധാര നായകന്മാരുടെ ഡേറ്റ് കിട്ടാൻ വൈഷമ്യം നേരിട്ടപ്പോൾ എന്തുകൊണ്ട് വലിയ ജനപ്രതിയുള്ള ജഗദീഷിനെയും സിദ്ദിഖിനെയും നായകനിരയിൽ പരീക്ഷിച്ചുകൂടാ എന്ന് നിർമ്മാതാക്കൾ ചിന്തിച്ചു തുടങ്ങി. ജഗദീഷ് സിദ്ദിഖ് ജോഡി നായകന്മാരെ എത്തി മിമിക്സ് പരേഡ് എന്ന ചിത്രം 100 ദിവസം തിയേറ്ററിൽ കളിച്ചതോടെ ജഗദീഷിനെ നായകനാക്കി നിരവധി സിനിമകൾ പുറത്തു വന്നു. സുരേഷ് ഗോപിയെ സൂപ്പർ താരമാക്കിയ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ടീം ജഗദീഷിനെ നായകനാക്കി ഒരുക്കിയ പൊളിറ്റിക്കൽ ത്രില്ലറായിരുന്നു സ്ഥലത്തെ പ്രധാന പയ്യൻസ്. ഒരു പത്രക്കാരൻ പയ്യനിൽ നിന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയിലേക്കുള്ള വളർച്ചയുടെ കഥ പറഞ്ഞ ആ സിനിമ വൻ വിജയം കൊയ്തു. പിന്നീട് ജഗദീഷ് തൊട്ടതെല്ലാം പൊന്നായി. മണവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന സിനിമയ്ക്ക് സംഭാഷണം എഴുതിയ ജഗദീഷ് ആയിരുന്നു. 400-ലധികം സിനിമകളിൽ അഭിനയിച്ച ജഗദീഷിന് ഇനി ഒരു സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടില്ല. ഗൗരവമേറിയതും ആഴമുള്ളതുമായ കഥാപാത്രങ്ങൾക്ക് ഇണങ്ങുന്ന നടനാണ് താനെന്ന് ജഗദീഷ് തെളിച്ചത് സമീപകാലത്താണ്. രഞ്ജിത്തിൻ്റെ ലീലയും, ഫാലിമിയിലെ അച്ഛൻ്റെ വേഷവും, കിഷ്കിന്ധാഖണ്ഡത്തിലെ കഥാപാത്രവും, മാർക്കോയിലെ അത്യുഗ്രൻ വില്ലൻ വേഷവും എല്ലാം തൻ്റെ കൈകളിൽ സുഭദ്രമാണെന്ന് ജഗദീഷ് തെളിയിച്ച് അടിവരയിടുന്ന കാഴ്ച മനോഹരമാണ്. സപ്തതിയിലേക്ക് നടന്നു നീങ്ങുന്ന അനുഗ്രഹീത നടൻ ജഗദീഷിന് GPS മീഡിയയുടെ ആയിരാരോഗ്യ സൗഖ്യം നേർന്നിടുന്നു.